ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള പഠനമാണ് നാം നടത്തുന്നത്. ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയിലേക്ക് അങ്ങേക്ക് സ്വാഗതം. ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 115-ാമത്തെ എപ്പിസോഡാണ് നാം ശ്രദ്ധിക്കുന്നത്. അനേക ആത്മീക പാഠങ്ങൾ ഈ അധ്യായത്തിൽ നിന്നും ചിന്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തന്നു. 11-ാം അധ്യായം ആരംഭിക്കുന്നത് അമോന്യനായ നാഹാഷ് എന്നൊരുവൻ്റെ ഭീഷണിയോടുകൂടെയാണ്. എന്നാൽ തുടർന്ന് നാം കാണുന്നത് അവൻ്റെ സകല തന്ത്രങ്ങളെയും അവൻ്റെ ദുഷ്ടതയെയും ജയിക്കുന്ന ദൈവകൃപയുടെ ചിത്രമാണ്. അതിനോട് ബന്ധപ്പെട്ട് ശൗൽ എന്ന മനുഷ്യനെ രാജാവാക്കി ഉയർത്തുവാൻ ദൈവം ക്രമീകരിക്കുന്ന അനേക കാര്യങ്ങളും നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. നാം മുൻപ് ഓർത്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ പിശാചുയർത്തുന്ന ശത്രുഭീഷണികളെയും ദൈവകൃപയിൽ ആശ്രയിച്ചാൽ ജയിക്കുവാനും, അത് തന്നെയുമല്ല അത് ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുവാനും കഴിയുന്നവനാണ് എന്ന വസ്തുതയും നാം ഓർക്കുകയുണ്ടായി. ക്രിസ്തീയ ജീവിതത്തിൽ പോരാട്ടമുണ്ട്. പോരാട്ടമില്ലാത്ത ക്രിസ്തീയ ജീവിതത്തിന് തകരാറുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴാണ് ദൈവം നമുക്ക് കൃപ തരുന്നത്. കൃപയിൽ നിൽക്കുമ്പോഴാണ് പിശാച് നമ്മളോട് എതിർക്കുന്നത്. ഇത് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് സ്വയം ചിന്തിക്കേണ്ടുന്ന വിഷയമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് മറ്റൊരു വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുപോകട്ടെ. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 11-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമുക്ക് ശൗലിനെ കാണുവാൻ കഴിയുന്നു. ഇങ്ങനെയാണ് തിരുവചനത്തിൽ നാം ആ ഭാഗത്തിൽ വായിക്കുന്നത്. പിറ്റേന്നാൾ ശൗൽ ജനത്തെ 3 കൂട്ടമായി വിഭാഗിച്ചു. അവർ പ്രഭാതയാമത്തിൽ പാളയത്തിന് നടുവിലേക്ക് ചെന്ന് വെയിൽ മൂക്കും വരെ അമോന്യരെ സംഹരിച്ചു. ശേഷിച്ചവരോ 2 പേർ ഒന്നിച്ചിരിക്കാതെ വണ്ണം ചിതറിപ്പോയി എന്നുള്ളത് കാണുവാൻ കഴിയുന്നു. ആദ്യമായിട്ട് ഞാനിങ്ങനെ പറയട്ടെ, ശൗലിന് എങ്ങനെയാണ് ഇത്തരത്തിലൊരു യുദ്ധ നൈപുണ്യം അല്ലെങ്കിൽ അതിൻ്റെ തന്ത്രങ്ങൾ മെനയുവാൻ കഴിഞ്ഞത്? അത് അവൻ്റെ കഴിവ് കൊണ്ട് വന്നതല്ല, മറിച്ച് തിരുവചനത്തിൽ ഉപയോഗിക്കുന്നൊരു വാക്ക് തന്നെ ഞാനിങ്ങനെ പറയട്ടെ, യുദ്ധവീരനായ ദൈവമാണ് അവിടെ പ്രവർത്തിച്ചത്. യുദ്ധവീരനായ ദൈവം ശൗലിന് അവിടെ വിജയം നൽകുവാൻ തക്കവണ്ണം അവന് ബുദ്ധിയും വിവേകവും കൊടുക്കുന്ന അനുഗ്രഹീതമായ ചരിത്രമാണ് കാണുവാൻ കഴിയുക. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയ ദൈവ പൈതലിനോട് ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നിൽക്കുവാൻ അങ്ങ് തീരുമാനിക്കുന്നുവെങ്കിൽ ആ തീരുമാനത്തിന് യാതൊരു മാറ്റവും വരുത്താതിരുന്നാൽ, കൃപയിൽ തന്നെ നിലകൊണ്ടാൽ, നിൻ്റെ സ്വയത്തെ മാറ്റിവെച്ച് ദൈവമേ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നുവെന്ന് ഹൃദയത്തിനകത്തുനിന്ന് പറയുവാൻ അങ്ങയ്ക്ക് സാധിക്കുമെങ്കിൽ, വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ, ദൈവം അങ്ങയ്ക്ക് ശുശ്രൂഷയ്ക്കുള്ള കൃപകൾ തരും. ദൈവമാണ് നമുക്ക് വിവേകവും പരിജ്ഞാനവും തരുന്നത്. അത് ഉയരത്തിൽ നിന്ന് വരുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നിരവധി പോരാട്ടങ്ങളുണ്ട്. നമുക്ക് നേരിടേണ്ടുന്ന അനേക പ്രതിസന്ധികളും നമുക്കുണ്ട്. എന്നാൽ ഇതിൻ്റെ നടുവിൽ നമുക്ക് ഇതുവരെ ഇല്ലാത്തതായ കൃപകൾ തരുവാൻ ദൈവത്തിന് മനസ്സുണ്ട്. ആ ദൈവം ആ കൃപകൾ തന്ന് പിശാചിൻ്റെ മേൽ വിജയം കൈവരിപ്പാൻ ആവശ്യമായിട്ടുള്ള പ്രായോഗികത നമുക്ക് തരുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് ഒരു സമയത്ത് ഭയപ്പെട്ട് സാമാനങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്നവൻ ഇപ്പോൾ യുദ്ധതന്ത്രങ്ങൾ മെനയുന്നവനായി തീർന്ന് ശത്രുവിന്മേൽ വിജയം നേടുന്ന മനുഷ്യനായി തീർന്നത്. നമ്മളുടെ ഭയത്തെ അകറ്റുവാൻ ദൈവത്തിന് സാധിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകൾ മേൽ പരിഹാരം തരുവാൻ ദൈവത്തിന് സാധിക്കും. പക്ഷേ നാം കർത്താവിനോട് വിശ്വസ്തരായിരിക്കണം.
അത് തന്നെയുമല്ല, ആ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ യുദ്ധതന്ത്രം ഒന്ന് ശ്രദ്ധിക്കുക. ശൗൽ ജനത്തെ 3 കൂട്ടമായി വിഭാഗിച്ചു. അവർ പ്രഭാതയാമത്തിൽ പാളയത്തിന് നടുവിലേക്ക് ചെന്നു. നോക്കുക, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ യുദ്ധതന്ത്രത്തിൽ നിപുണനായിത്തീരുന്ന ഒരു മനുഷ്യൻ, അത് ദൈവത്താൽ വന്നതാണ്. എന്നാൽ മറ്റൊരു കാര്യം അവിടെ മറഞ്ഞു കിടപ്പുണ്ട്. പ്രഭാതയാമത്തിൽ യുദ്ധം ചെയ്യുന്ന മനുഷ്യൻ, പ്രഭാതയാമത്തിൽ യുദ്ധം ചെയ്യുന്ന ഇസ്രയേല്യർ, നമുക്ക് പ്രഭാതയാമങ്ങളിൽ ദൈവമുൻപാകെ നിൽപ്പാനായിട്ട് സാധിക്കണം. പ്രഭാതയാമങ്ങളിൽ കർത്താവിൻ്റെ സ്വരം കേൾക്കാനായിട്ട് കഴിയണം. പ്രഭാതയാമങ്ങളിൽ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കുന്നവരായിട്ടുള്ള ദൈവഭൃത്യന്മാരായി, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി നാം ഓരോരുത്തരും മാറണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിജയം നിശ്ചയമായിട്ടുമുണ്ടാകും. ഇത് മറക്കരുത്. അത് തന്നെയുമല്ല പ്രിയമുള്ളവരെ, സമ്പൂർണ്ണ വിജയത്തെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. വെയിൽ മൂക്കും വരെ അമ്മോന്യരെ സംഹരിച്ചു. അടുത്ത പ്രയോഗം അതീവ ശ്രദ്ധേയമാണ്. ശേഷിച്ചവരോ 2 പേർ ഒന്നിച്ചിരിക്കാതെ വണ്ണം ചിതറിപ്പോയി എന്ന് പറഞ്ഞാൽ 2 പേർക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയില്ല. ഏകരാക്കപ്പെടുന്ന ശത്രുക്കൾ. അവിടെ ശ്രദ്ധിക്കണം, അവർക്കെങ്ങനെ യുദ്ധം ചെയ്യാൻ കഴിയും? അവർക്കൊരുമിച്ച് നിൽക്കാൻ കഴിയാതെ എങ്ങനെ ജയിക്കുവാൻ കഴിയും? അവൻ്റെ ജയത്തെ സമ്പൂർണ്ണമായി തല്ലിക്കെടുത്തിക്കൊണ്ട് സ്വർഗത്തിൻ്റെ സൈന്യത്തിൻ്റെ വിജയമാണ് നമുക്ക് കാണുവാൻ കഴിയുക. പ്രിയപ്പെട്ടവരെ, പിശാച് ഉഗ്രനാണ്, എന്നാൽ നമ്മുടെ ദൈവം സർവശക്തനാണ്. നമ്മുടെ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ വിജയത്തിന്മേൽ വിജയിക്കുന്നവരായ നമ്മൾ ആ അടിസ്ഥാനത്തിൽ മേൽ നിന്നുകൊണ്ട് പിശാചിനെ ഭയപ്പെടാതെ മുന്നേറുവാനുള്ള കൃപ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. പക്ഷേ ആ കൃപ നമ്മൾ പ്രായോഗിക ജീവിതത്തിൽ അനുഭവിക്കണമെങ്കിൽ നാം ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വിധേയപ്പെടുന്നവരായിരിക്കണം. ദൈവത്തിൻ്റെ ശബ്ദത്തിന് കാത് കൊടുക്കുന്നവരായിരിക്കണം. കർത്താവിൻ്റെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കണം. പ്രഭാതയാമങ്ങളിൽ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് ദൈവമുൻപാകെ ജനത്തിനായി നിൽക്കുന്നവരാകണം. അങ്ങനെ ഒരു തീരുമാനമെടുക്കുവാൻ എത്ര പേർക്ക് മനസ്സുണ്ട് എന്നുള്ളതാണ് കർത്താവ് ചോദിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ ചിന്ത നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു വരുവാൻ സ്വർഗം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം അങ്ങയെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.